മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വയനാട് തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയുടെ പേരിൽ വിവാദം. വിൽപ്പന നടത്തിയത് തൊട്ട ഭൂമി എന്നാണ് താലൂക്ക് ലാൻഡ് ബോർഡിന് ഉടമ നൽകിയ മൊഴി. നടന്നത് വൻ കൊള്ളയെന്ന് KT ജലീൽ MLA ആരോപിച്ചു. മേപ്പാടി പഞ്ചായത്തിൽ തൃക്കൈപ്പറ്റ വില്ലേജിലെ 11.5 ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് വാങ്ങിയത്. ഈ ഭൂമിയിലെ കാപ്പി തൈകളും മരങ്ങളും മാറ്റി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായിരുന്നു ശ്രമം. പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ ഭൂമിയുടെ ഘടന മാറ്റിയെന്ന് കാട്ടി താലൂക്ക് ലാൻഡ് ബോർഡിന് അറിയിപ്പ് നൽകി. രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം ലഭിച്ചു. വിൽപ്പന നടത്തിയത് തോട്ടഭൂമി എന്നാണ് താലൂക്ക് ലാൻഡ് ബോർഡിന് ഉടമയുടെ മൊഴി. ഇതോടെ വീട് നിർമ്മാണം നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ്. 105 വീടുകൾ ഇവിടെ നിർമ്മിക്കുമെന്നായിരുന്നു ലീഗിന്റെ പ്രഖ്യാപനം. പല ദുരന്തബാധിതരും ഇത് മുന്നിൽ കണ്ട് സർക്കാർ നൽകിയ 15 ലക്ഷം രൂപ കൈപ്പറ്റി മുസ്ലിം ലീഗിന്റെ വീടിന് അപേക്ഷ നൽകിയിരുന്നു. വിഷയം സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ലെന്നാണ് റവന്യൂ മന്ത്രി പ്രതികരിച്ചത്. നടന്നത് വൻ കൊള്ളയെന്ന് KT ജലീൽ MLA ആരോപിച്ചു. ആ ഭൂമിയിൽ ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനും നടക്കില്ല. അതിന്റെ അർത്ഥം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ ലീഗിന്റെ മുഴുവൻ ആളുകളും അറിഞ്ഞുകൊണ്ടാണ് ഈ പകൽക്കൊള്ള നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാകും. ഈ മാസം 22-ന് ലാൻഡ് ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഇതിൽ വിഷയം ചർച്ചയാകും. ഭൂമിയുടെ തരംമാറ്റ ശ്രമം ഉൾപ്പെടെ മുൻനിർത്തി കേസ് രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.